வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. ஓகே, இது எல்லாரும் பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். போகலாமாக்கா? எஸ். ஓகே. ബിജു தான் வந்து മാട്ട പോറാപ്ല വീഡിയോ. ചേർത്തി മോർണിംഗ് ഉണ്ടേ? നിനക്ക് കുറച്ച് വൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കും കൊടുത്തേക്കല്ലേ? വൈൻ കൊണ്ടുവന്നിരിക്കണല്ലോ. കാലത്തെ വള്ളം വലയേട്ടങ്ങാട്ടാ സെഞ്ചിരുത്തുന്നു. ഒന്ന് വീശാൻ പോണേന്ന്. വലയേട്ടാ ചുള്ളിക്ക് വഴിയൊന്നും പോകണ്ടാ. ആ റൂട്ടൊന്ന് മാറ്റി പിടിച്ചോ. 2 ദിവസം കഴിഞ്ഞ് നിന്റെ പഴയ ലൈനില്ലേ, അവളുടെ കല്യാണ. അത് നമ്മുടെ പഴയ സ്റ്റോക്കാ. അതൊക്കെ വിട്ടിട്ട് നാളെ എത്രയായി? 2 പിള്ളേരായില്ലേ? ഇനിയെങ്കിലും നന്നാവാൻ നോക്ക്. அவருக்கு ஏதோ தெரியுது போனா. രക്ഷപ്പെട്ടു. ആര് രക്ഷപ്പെട്ടു? നിന്നെ കെട്ടാൻ വന്നവൻ രക്ഷപ്പെട്ടു എന്ന് പറ. ഞാൻ മുരുകന്റെ കൂടെ ഇറങ്ങി പോന്നതാ. അയ്യോ, 2 ദിവസം കഴിഞ്ഞ ഈ കൊച്ചിന്റെ കല്യാണാ. ടീച്ചറിലെന്ന് വെച്ച് കണ്ട പെണ്ണുങ്ങളെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഞാൻ കണ്ട പെണ്ണൊന്നുമല്ല, നല്ല 1-ാം തരം തറവാട്ടുകാരിയാ. തറവാട്ടുകാരിയാ? മുരുക, ഇവിടെ ഈ നിമിഷം നാളെ മറ്റന്നാൾ അതിന്റെ കല്യാണം. അതിന് ബോധമില്ലെന്ന് മനസ്സിലായി. നീയും കൂടെ അങ്ങനെ ആയാലോ? പിന്നെ ഞാൻ എവിടെ നിന്ന് കിട്ടിയടാ ഇതിനെ? ഹലോ, ആ ഷംസുവാ. ഡോഗ് ഒന്ന് കാണണമെന്ന്. டாக் பார்ட்டி. இது இப்படி ஒரிஜினல் கண்ணு கலரா? ஆமா, ബ്രൗൺ കളർ. ഇവനെ അറിയാവോ? ഇവൻ ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്നോ ഒന്നും പറയണ്ടേ. മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിന്റെയും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡ് എത്രയോ ഷോട്ടുകൾ കൊടുക്കുന്നേ. ഭയങ്കര ഹിറ്റല്ലേ? നമ്മുടെ പള്ളുരുത്തി സ്റ്റേഷനിലെ സോമൻ സാറിന്റെ ഭാര്യനെ. അതിന് ഇവനെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇവനെടുത്ത പുതിയ പടം കണ്ട പിള്ളേരാ പറഞ്ഞത്. ഇക്ക ഇതൊന്ന് കണ്ടു നോക്ക്. എടാ ഒന്ന് ഇട്ടു കൊടുക്കണ. പയ്യനാകെ പേടിച്ചിരിക്കുക. இந்த குரூப் கடைசியில் ஃப்ரெண்ட்ஸ் ஆயாச்சு. ஓ, சம்சு தான் ஃப்ரெண்டு. டெலிகேட் பண்ணிக்கலாம். നിർത്തണ. ഫോട്ടം പോലെ കാണിക്കേ. ഇവനാ അന്ധകാരൻ ബാബു. ബാബു ബിലാൽ എങ്ങോട്ടാ? ഇപ്പൊ ക്യാമറയെ കണ്ടത് എന്റെ മേരി ടീച്ചറിന്റെ മുഖമാണ്. നീ അമ്മയെന്ന് വിളിച്ച മേരി ടീച്ചറിന്റെ. കോളനി കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞ ഇച്ചിരി ചടങ്ങാ. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. ബിലാലെ, അവിടെ മുഴുവൻ കഞ്ചാവും ടിഡിയൊക്കെ അടിച്ചേറ്റ് പിള്ളേരാ. എല്ലാവന്റെ അരയിൽ ടൂള് കാണും. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയാടാ കൊച്ചിയിലുള്ളത്? അവിടെ ഒറ്റക്ക് നിൽക്കണ്ട, പണി കിട്ടും. കൂടെ വന്ന് തടി കേടാതെ നോക്കാം. நான் அண்ணன் தம்பி ஒன்னா இருந்தா நல்லா மாசு தானே, ஜாலி தானே. ஒன்னா இருந்தா கெத்து தான். அலைன் ஆறது கஷ்டம். அலைன் அடிச்சு ஆக்சுவலி இருந்துச்சுன்னா ஒரு விஷயத்த வந்து ஒருத்தர் பண்றதை விட 4 பேரா பண்ணா பவர்ஃபுல்லா இருக்கும்ல. കറക്റ്റ് ഹൗസ് റൂട്ടുണ്ട്. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടൈമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. ചോദിച്ചറിയാം. ഇവിടെ അടുത്ത വീട്. ഞങ്ങളുടെ അമ്മ അറിയും, മേരി ടീച്ചർ. മേരി ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. அதுல ஒருத்தர் இவரு நினைக்கிறேன். இல்ல, இவரா பயந்து வந்தாரா? മര്യാദക്ക് പറഞ്ഞോ. ഇല്ലെങ്കിൽ നിന്റെ സെല്ലുലോയിഡ് ഞാൻ അടിച്ചു പൊട്ടിക്കും. സെല്ലുലോയിഡ് പോയ പിന്നെ കാശിനെ കൊള്ളുകയല്ല. കൂത്തുകാരാ. അതാ ഞങ്ങൾക്കും അറിയാൻ പാടില്ല. നീ എങ്ങോട്ടാ ഓടിയത്? മസിലാ? ഓടിയത്? നീ ആരുടെ അടുത്തേക്കാണോ പോയത്? ഞങ്ങൾക്ക് അയാളെ ഒന്ന് കാണണം. അതിനാളെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ നിനക്ക് ആളെ അറിയാം. പറ. ഞാനും ചൊല്ലവേ ആ, എന്റെ സെലീന, നീ കിടന്ന് ബഹളം വെക്കാതെ. ഞാൻ കുറച്ച് കഴിഞ്ഞ് എത്തിക്കോളാം. എന്താടാ? ഒന്നുമില്ല, കാര്യം പറയടാ. സെലീനയാ, ഞാനിന്ന് പിള്ളേരെ കൊണ്ട് പുറത്തു പോവാന്ന് പറഞ്ഞിരുന്നു. നന്ദി വിട്ടോ? വിട്ടോടാ.
இவர் மேல திருப்புறாங்க. நிஜமா இவருதான் சஸ்பெக்டா? ஐ மீன் இவர் மேலே ஒரு டவுட் கிரியேட் பண்ணுறாங்க. இருக்காங்க. ஆமாம், இவங்கெல்லாம் வெளியே போயிட்டாங்க. இவர் தான் தனிக்காட்டு ராஜாவாக இருந்தார். ஆஃப்டர் டீச்சர் இவர் தான் எல்லாங்கிற மாதிரி இருந்துச்சு. இப்போ 4 பேர் வந்துட்டாங்க. அவர் அட்வொகேட்டை வந்து உடனே பாருங்கன்னு சொன்னதுக்கு நம்ம அப்புறமேட்டு பார்த்துக்கலான்னாரு. இன்னொன்று முக்கியமான இவன் நடக்கும்ல, இவர் கரெக்டாக கலண்டுறாரு. அதுதான் இவன் தானே ஓடி ஓடி முருகன் தான் எதுக்குனாலும் ஃபைட்டு முருகனை தான் யூஸ் பண்ணுறாங்க பாக்ஸரில். நம்மளால் எஃபர்ட்டே இல்லாமல் எஃபர்ட்லெஸ் தான் பண்ணுறாப்புல. மாட்டி தானே நாங்களும் எங்கடா போயிட்டுருவேன்ற மாதிரி. அதான் எங்கே போனாலும் எங்கிட்ட தான் வரணுன்ட்டு. அப்புறம் 4 அனந்தமிகளுக்கு ஆக்ஷன் பிளாக் கொடுக்கணும்ல. வா வா. എന്തൊരു സ്പീഡാ. ഉമ്മ വെക്കാനല്ലോ നീ ഇവനെ ഓടിച്ചിട്ടത്. നീ എന്താ സ്റ്റണ്ട് മാസ്റ്ററാണോ ഡാൻസ് മാസ്റ്ററാണോ? ചവിട്ടി പൊളിക്കടാ. ചവിട്ടി പൊളിക്കണം. അബദ്ധമൊന്നും കാണിക്കല്ലേ. ബാബുവിനെ തൊടാനൊന്നും ആരും വളർന്നിട്ടില്ല. കത്തി. கீழே ஒரு ஆளுக்காக தானே. கயிறு பிடிச்சி கத்தி பிடிச்சி அறுத்துட்டு வேலை முடிஞ்சு. ஏய் நைஸ் மேக்கிங், நைஸ் மேக்கிங். ஆக்சுவலி நிறைய ஆங்கிள் ஷாட்ஸ் அப்படின்னு நம்மள கமெடிக் டைமிங் நல்லா ஒரு கோட்டா இருக்கு. அவர் ஆக்சுவலி ஹீரோயிசமாக தான் சொல்றாரு, ஆனால் நிறைய nuanced காமெடியா இருக்கு. ഇല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് വയ്യത്താവും. നിന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും ഞങ്ങൾ സമ്മതിക്കാം. അവന്മാരിപ്പോ എവിടെ ഉണ്ട്? ടൂറിസ്റ്റുകൾക്ക് മാത്രമേ നടത്തുന്ന പാർട്ടിയിലുണ്ട്. டோனி பாம்பேயா இவ்வளோ நிறைய. அதனால தெரியும் நினைக்கிறேன். அங்கிருந்து வந்து தான் பிரச்சனை பண்ணியிருக்கானுங்க. சாஹிப் டோனி ஃபாரினர் வச்சு டான்ஸ் பார்ட்டி. பரதநாட்டியம். கலர் கலராக ட்ரிங்க்ஸ் இருக்கு. யார் அது பாப்பா? ஃபேன்ல வச்சு சொல்லியிருக்காங்க. ம் இந்த மூவியில் யூஸ் பண்ணியிருக்க அந்த எடிட்டிங் ஸ்டைல் நல்லா இருக்குடா. கொஞ்சம் அரபிக் ஸ்டைல். டைட்டில் கார்டில் இருந்த பிக்சர் சாங்கு அரபிக் ஸ்டைல் மியூசிக் இருக்கு. இவங்க தான் அந்த பரதநாட்டியம் இண்டஸ்ட்ரியில் இருந்தவங்க. இவங்க வந்து இந்த ஹீரோயின் அனஸ்வரா இருப்பாங்களா அவங்க மாதிரி இருக்காங்க. பார்ட்டிவே உனக்கு ஆர்கனைஸ் பண்ணுவாங்க. பார்ட்டியில் இருக்கானுங்க. இந்த பார்ட்டி ஆர்கனைஸ் பண்ணுறதே உனக்கு தான். போயிட்டு ஸ்டார்ட் ஆக போகுதுன்னு நினைக்கிறேன் இந்த சீரீஸ். ஏன் பயந்து ஓடுறானுங்க? அந்த ட்ரக்கு அப்படின்னா அவனுங்களுக்கு வந்து பிலால் யாருன்னு தெரிஞ்சிருக்கு, அதனால பயப்படுறானுங்க. ரைட். என்ன எழுதிருக்கு காரில்? ஃபார் ஆமுலா. மொத்தம் 4 பேர் இருந்தானுங்களா? 2 பேர் வேலை. இதனால பண்ணாங்கன்னு தெரியுமா? எனக்கு தெரிஞ்சு அவனுக்கு ஏதோ மோட்டிவ் வச்சு பண்ண மாதிரி தெரியல. யாரோ காசு கொடுத்து பண்ண வச்சுருக்காங்க. என்ன முருகா தைரியமா கை வைக்கிற? ஃபிங்கர் பிரிண்ட் எல்லாம் வந்துருப்பா. बोल चौथी किसने सुपारी दी? கொடுத்து போறாங்களா? படத்துல இல்லாம எப்படி
ரியலிஸ்டிக்காக இருந்துச்சு. 3D எஃபெக்ட் பண்ண மாதிரி இருந்துச்சு. புரியல. பொண்ணதுக்கப்புறம் எப்படி தெரியும்னா மிச்சருக்கு 2 கேங் மெம்பர்ஸ் பிடிச்சோணும். For real brothers. பாடி ரெக்கவர் பண்ணிட்டாங்களா? വണ്ടി മഹാരാഷ്ട്ര തന്നെയാണ്. ചേസിസ് നമ്പർ നോക്കി മഹാരാഷ്ട്ര തന്നെയാ. വണ്ടി തെഫ്റ്റാ. നമുക്ക് ടീച്ചറിന്റെ വീട് വരെ ഒന്ന് പോയാലോ? ഓ എന്തിനാ? വാടോ, വെറുതെ ഒന്ന് പോവാം. വാട അത് വേണോ? ജോർജിനെ പേടിയാ? അത് പശുപതി മലയാളത്തിൽ പേശിനവർ. ഇതാണോ മേയർ? സ്കെച്ച്. മിച്ച 2 പേരാ? മേബി. ബോഡി പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. പഞ്ചിങ് ബാഗ്. அந்த டைம்ல இதெல்லாம் வந்து பயங்கர கிளாஷியான சாங்ஸ் இல்லை? நிறைய இந்த லைட்டிங் வச்சு இது பண்ணுறது, ஃபாஸ்ட் கட்ஸு, லைட்டிங். തമിഴിലും തെലുങ്കിലും പോയി അനുഭവിച്ചേ അഭിനയിച്ച് രക്ഷപ്പെട്ട നീയാ. ഇവന്റെ വീട്ടിൽ കൂട്ട ഇടിയും കൂട്ട കരച്ചിലും. അവങ്ങൾക്ക് എന്ത് മീം ഇருக்கு പോലെ. അന്തരീന്ന് ആളെ വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പുറത്തുനിന്നുള്ള ആളെ വിളിച്ചത്. ഓക്കെ. പുറത്തുനിന്ന് പണിക്ക് ആളെ വിളിച്ച പേര് വരെ ഇവിടെ കിടത്തരുത്. കാശ് കൊടുത്ത് ഉടം വിട്ടോണം. കിറുക്കന്മാരുടെ വിസിറ്റ് ഉണ്ടേ. கிறுக்கமாரு. வேணு டாக்டர் வேணு பொண்ணு. டாக்டர் வேணும் பொண்ணாது? ஓ இல்ல 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 இல்ல. டாமி. என்ன டாமி? டான்ஸ் மாஸ்டரோட ஃபியான்ஸே. വാങ്ങോ സാർ. അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കേറി വാ ജോർജ്. ജോർജ് സാറ് പണ്ടേ ഇങ്ങനെ ഞങ്ങളെയൊക്കെ കാണുമ്പോ ഭയങ്കര നാണമാ. ഹിസ്റ്ററി ഇருக்கு போல இவங்களுக்குள்ள. ഇരിക്കി സാറേ. താങ്ക് യു. എന്ത് പറയാനാ, പിള്ളേരുടെ കൂടെ ഒന്ന് പന്ത് കളിച്ചതാ. ഇപ്പോഴത്തെ പിള്ളേര് കൊള്ളാം. എന്താ കളി. ബിലാലിന്റെ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു. ഓ അത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതാ. വണ്ടിയുടെ കുറെ പെയിന്റും പോയി, ഞാൻ കുറെ ചീത്തയും കേട്ടു. കൈക്ക് മാത്രം പറ്റിയല്ലോ. വന്ന കാര്യം പറ. ഇന്നലെ ഇവിടെ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. ഓൺ ദ സ്പോട്ടിലെ വണ്ടിയിൽ എണ്ണ തീർന്നു. മഹാരാഷ്ട്ര വണ്ടിയാണ്. ഈ നമ്പർ വല്ല പരിചയമുണ്ടോ? ഓ അല്ല, ലാൽ ബോംബെനാണല്ലോ. തമിഴ്നാട്ടിൽ നിന്നൊരു വണ്ടി ഇവിടെ വന്ന് പുകയായി പോയ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് സാറിന് വീട്ടിലോട്ട് വരുമോ? ഇനി ഒരുത്തനെ പോക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ചെല്ല്. ബോംബെ ജയന്തിക്ക് വന്നിറങ്ങുന്ന ഏതെങ്കിലും ഒരുത്തനെ തപ്പ്. ബാലാജി സാർ ആള് ഏതവനാണെങ്കിലും 24 മണിക്കൂറാകും പൊക്കിയിരിക്കും. ഞങ്ങളുടെ അമ്മ മരിച്ചിട്ട് ദിവസം എത്രയായി? താനൊക്കെ എന്താ ഉണ്ടാക്കിയത്? ഡാടാ ചുമ്മാ ഒന്ന് വിരിയാതെ ചക്ക. ജോർജെ, വണ്ടി കത്തിയ നമ്പർ പ്ലേറ്റ് എങ്കിലും കിട്ടും. വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറണം. ടീച്ചർ അതാ ഞങ്ങളെ പഠിപ്പിച്ചത്. തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ മാത്രം പോരാ, വീട്ടിൽ വരുന്നവരും അങ്ങനെ പെരുമാറണം. ടീച്ചറിന്റെ മർഡർ, ഈ ആക്സിഡന്റ് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊരു സംശയം. ഓ എനിവേ ബിലാൽ, സീ യു സൂൺ. എടി എടി ഇല്ലതാ. ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാ മതി. ഇടയ്ക്കൊരു പിടിയൊക്കെ ഓക്കെ ബൈ. எனக்கும் அப்படிதான் தோணுச்சு. ഓ ആ താക്കൂരിങ്ങട്. സാറന്മാര് മണത്തോടെ ചെല്ലുന്നതിന് മുമ്പ് അങ്ങ് എത്തണം. ഇൻഫർമേഷൻ കൊടുക്കണല്ലേ? മുരുക, നിനക്കല്ലേലും നിന്റെ കാര്യം മാത്രല്ലേ ഉള്ളൂ. എന്റെ റിമി, ഞാൻ പറയുന്നു ഒന്നും പറയണ്ട.
ഇവനോട് ഫ്രണ്ട് ഞങ്ങളിപ്പോ വരാം, നീ ഇവിടെ ഒന്ന്. கடைசியில பிஜுவும் பிலாலும் தானா? பிஜு நீயுமாடா? என் தலைவன் பிலால தனியா வருவீங்களடா? എന്താടാ? ഒന്നുമില്ല. ഇവരെന്ത് ഹിപ്പില് പോട്ടിരിക്കാங்க ചെയിൻ അത് നമ്മുടെ ടോമി ചാനല്ലേ? അയാളെന്തിനാ പോസ്റ്റ് പിടിച്ച് വിളിക്കുന്നത്? ബൈക്ക് കാറോட ഇതോ இல்ல இல்ல இவரு வந்து இவரு എടാ നിങ്ങളായി എന്നെ കൊല്ലാന്ന് വിചാരിച്ചോടാ. ചാവി എടുക്കടാ, ചാവി എടുത്താടാ നീ. ഇക്കടാ എന്റെ കൂടെയുള്ള ഈ ജെന്റിൽമാൻ ആരാണെന്നറിയാം? ഡോക്ടറെ, ഗൈനക്കോളജിസ്റ്റ്. വണ്ടിയെടുക്കടാ, ഞാൻ ഡോക്ടറെ നാളെ കാണാം. എനിക്ക് അവളെ അവനൊന്ന് കാണണം. ഞാൻ അവരുടെ തന്തയാണെന്നാണല്ലോ പറയണേ. നീ ചാവി. എടാ അണ്ടർവേൾഡ് മുഴുവൻ എന്റെ കയ്യിലാണ്. നിനക്കറിയോ? ദാവൂദ് ഇബ്രാഹിം, ഹാജി മസ്താൻ, ചോട്ടാ പട്ടണ റഷീദ്, പട്ടണ അവര് പ്രതീക്ഷ. അയാള് രാഷ്ട്രപതിയിൽ നിന്ന് വെള്ളി മെഡല് മേടിച്ചിട്ടുള്ള ആളാ. നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അപ്പൊ വെള്ളടി ഉണ്ടല്ലേ. ഞാനിപ്പോ വരാം. നീ ചാവി ഇങ്ങോട്ട് തന്നെ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ. ചാവി ഡോറ് തുറക്കാൻ പറഞ്ഞു. அந்த செயின் இல்ல, இது வேற செயின். யாரோட இடத்துக்கு போயிருக்காங்க? அவனுக்கு ஸ்டே பண்ணிங்க ஸ்பாட். எக்யூப்மெண்ட்ஸ்லாம் கிடைச்சிச்சு. கிடைக்காத எக்யூப்மெண்ட்ஸா? ചത്തോ? അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ലടാ ഈ ടോമി പാറേക്കാടൻ. ടോമി പാറക്കാടൻ ചൊള എണ്ണി തന്ന് എന്നെ വിലക്കെടുക്കാമെന്ന് വിചാരിച്ചോടാ. തോമിച്ചായോ? പിള്ളേര് കാണിച്ചത് ബോറായിപ്പോയി. ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മറന്നേക്ക്. ഞാനത് എപ്പോഴും മറന്നു, ഇനിയും മറക്കാം. ഇനിയും മറക്കാം. റിമി ടോമിയുടെ മകളല്ല, ടോമി റിമിയുടെ അപ്പനും അല്ല. അല്ലെ ടോമിച്ചാ, വീട്ടിൽ കയറിട്ട് പോവാം. ഇല്ല, ഞാനില്ല. അങ്ങോട്ട് വന്ന മോള് വഴക്ക് പറയും. ഗുജറാത്തി മോനെ, ഗുജറാത്തി മോനെ. തോക്ക് കൈവശം വെച്ചാ കൊഴപ്പില്ല, ഉണ്ട കയ്യില് വെച്ചാ കൊഴപ്പില്ല. പോട്ടെ போட்டே பேண்டிங் மாறிட்டாரு. വണ്ടി എടുക്ക്. റിമി, റിമി എവിടെ പോയി? அடுத்த சீன்ல இவங்க போட்டு தள்ளுவாங்க. அப்படிதான் நினைக்கிறேன். இதே தான் வேலையை வச்சிருக்கீங்க. അവിടെ என்ன நெருங்கி இருப்பானுங்க இங்க. KP സുഗുണൻ ഇൻഷുറൻസ് കമ്പനി വേണ്ട, ഇൻഷുറൻസ് ഒന്നും വേണ്ട. ചേട്ടാ, ഞാൻ എടുപ്പിക്കാൻ വന്നതല്ല, തരാൻ വന്നതാ. நான் நினைச்சேன் ഓ, വരൂ ചേട്ടാ, ഇരിക്കൂ. ഉറങ്ങുമായിരുന്നോ? ചേച്ചി ഉറങ്ങുമായിരുന്നോ? ചേട്ടന്റെ സിസ്റ്ററാ അല്ലേ? അല്ല, ഭാര്യയാണ്. താൻ വന്ന കാര്യം പറ. മിസ്റ്റർ റെഡ്ഡി, ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നമ്മുടെ ജോലിയുടെ റെഡ്ഡിയാ? ഭാഗമായത്. മുരുകനാ? ആരുടെ പേരില്ല? ഞങ്ങൾ മക്കൾ 4 പേരുടെ പേരില്. മിസ്റ്റർ റെഡ്ഡി, നിങ്ങളുടെ ബിസിനസ് ഒക്കെ ഭയങ്കര നഷ്ടത്തിലാണെന്നും ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടെന്നും ഒക്കെ കേൾക്കുന്നത് ശരിയാണോ? ഞാൻ ആ എഡിന്ന് തന്നോട് ആരാ പറഞ്ഞത്? അപ്പം ചേട്ടൻ ആരാ ചേട്ടാ? എന്റെ ബ്രദറാ എഡി. എന്നോട് ക്ഷമിക്കൂ ബ്രദർ. ഡോ, താൻ വന്ന കാര്യം പറ. മേരി ജോൺ കുരിശിങ്കലിന്റെ പേരിൽ 20 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. അതിന്റെ നോമിനിയായി വെച്ചിരിക്കുന്നത് മിസ്റ്റർ റെഡ്ഡിയാണ്. അതിന് അതതിന്റെ പ്രോസസ്സിലാണ്. രേഖകളൊക്കെ കൊണ്ടുവന്നാൽ ആ രൂപ ക്ലെയിം ചെയ്യാം. ചേട്ടനും ചേച്ചിക്കും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാം. 2 നമ്പരുണ്ട്, 2ഉം PP യാ. போஸ்ட் பெய்டு. ഒരു 10 മിനിറ്റ്സ് പെട്രോൾ. பீஸுக்கு பெட்ரோல் பல்ல கம்மியா இருந்திருக்கும். பல்ல 10 ரூபாய்க்கு இடம் கிடைக்கும். இவனுக்கு சஸ்பிஷன் ஆகுது. ஆமா. Square P225 is made. German, മോശരം ടു. ബുഷിന്റെ തള്ളയുടെ വരെ പാസ്പോർട്ട് അടിക്കുന്ന പിറപ്പുകള് ഇപ്പൊ അന്തേരിയിലുണ്ട്. ഇതിന്റെയും വരവ് അവിടെ തന്നെയാ. മണിക്കൂർ കണക്കിന് കാശ് വാങ്ങിക്കുന്നവരെ ആരായാലും കൊണ്ട് ഇറക്കിയിരിക്കുന്നത്. ஓ, ப்ரிப்பேர் பண்ணி தான் வந்திருக்கானுங்க. അവന്മാർ ടീച്ചറെ ഒരാഴ്ചയായിട്ട് ഫോളോ ചെയ്തിരുന്നു. டாக்டர். ഇതാ ഡോക്ടർ അല്ലേ? അതെ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ടീച്ചറെ കാണാൻ കഴിഞ്ഞിരുന്നു. அந்த வீக்ல தான் பாத்துருக்கான். அது பொண்ணு அப்பவே ஷாக் ஆச்சு. ടീച്ചറെ ഒറ്റക്കൊടുത്തൊരു തനിക്കുള്ള ശമ്പളം എത്രയായിരുന്നു? ബിലാൽ, എന്നെ കൊണ്ട് ഈ തടി വെറുതെ പഴുപ്പിക്കരുത്. இவர் தானே கால் பண்ணி வர ടീച്ചറെ ഈ சொன்னீங்க. അടുത്ത ദിവസം താൻ കണ്ടിട്ടില്ല അല്ലേ? ടീച്ചറെ എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു. പേടി കൊണ്ടാ ഒന്നും പറയാതിരുന്നത്. താൻ ആരെയാ പേടിക്കുന്നത്? പേടിയെന്ന് പറഞ്ഞാൽ ടീച്ചറുടെ മർഡറുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട്. ടീച്ചർ ഒരു കംപ്ലൈന്റ് SI ജോർജിന് കൊടുത്തിരുന്നു. എന്ത് കംപ്ലൈന്റ്? കംപ്ലൈന്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല.
എഡി ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് എവിടുന്നോ കുറച്ച് കാശ് കടം മേടിച്ചിരുന്നാ എനിക്ക് തോന്നുന്നത്. അതിന്റെ പേരില് എന്തൊക്കെയോ ഗുണ്ടാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താനെന്തായി നേരത്തെ പറയായിരുന്നു? ബിലാലെ, എനിക്ക് ആകപ്പാടെ ഉള്ളത് അവക്ക് ഞാനും. അതാ അവനവന്റെ കാര്യം വരുമ്പോ എല്ലാരും സ്വാർത്ഥര. എന്നാ ടീച്ചർ അങ്ങനെയായിരുന്നില്ല. ടീച്ചറെ മനസ്സിലാക്കാൻ തനിക്കൊന്നും കഴിഞ്ഞിട്ടില്ലടോ. ആ ജോർജ് പണ്ടേ കാക്കിയിട്ടൊരു പിമ്പ. അവനോട് നറുക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ എഡ്ഡി എന്താ ഇത് പറയായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്? ഭായ്, ഇന്ന് ഇൻഷുറൻസ് കമ്പനി നിർത്തി വന്നിരുന്നു. അമ്മയുടെ പേരിൽ 20 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞ്. അതിന്റെ നോമിനി എഡ്ഡിയാണ്. സർക്കിൾ പണ്ടാണ്. ഇവരാരും முருகனை வச்சு எடி ஃபாலோ பண்றாங்களா? என்ன ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം? കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് കരുതി. ഇപ്പോ ടീച്ചറിന്റെ മക്കളെല്ലാം ഇത് അറിഞ്ഞ സ്ഥിതിക്ക് സാർ എനിക്ക് പേടിയുണ്ട്. ഞാനും എന്റെ മകളും. കം ഓൺ ഡോക്ടർ, ഡോണ്ട് ബി നെർവസ്. ഒരു പ്രശ്നം ധൈര്യமா പോയിട്ട് വാங்க. ഇയാൾ ഈ പറഞ്ഞതിൽ ഏതാ വിഷയം ഇരിക്ക? കംപ്ലൈന്റ് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല സാർ. പക്ഷെ ഒരു ദിവസം ആ ടീച്ചർ ഇവിടെ വന്നിരുന്നു. അവര് ജോർജ് സാറിനോട് എന്തൊക്കെ സംസാരിക്കുന്നത് കണ്ടു. இப்போ ஜார்ஜ் வந்து ப்ளே பண்ணியிருக்கோம்ல, முடிஞ்சு. എന്താ കാണിക്കുന്നത്? പിന്നാലെ നിന്റെ ടാ പോലെയുള്ള ശരീരം കരിച്ച് ഭസ്മമാക്കാൻ എനിക്കൊരു നിമിഷം മതി. ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ടീച്ചർ എനിക്ക് ആരായിരുന്നു എന്ന് നിനക്കറിയാം. നിനക്ക് ഈ കേസിലുള്ള ഇൻവോൾവ്മെന്റ് എന്താ? പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ വെടിപ്പുരയ്ക്ക് ഞാൻ തീ കൊടുക്കും. പിന്നെ നിന്റെ ഭാര്യയ്ക്ക് കോരിയെടുത്തൊന്ന് കരയാൻ പോലും ഒരു തരി ബാക്കി ഉണ്ടാവില്ല. ബിലാലെ, എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു. ആരെയോർത്തടാ പന്നി നീ പേടിക്കുന്നേ? മേറെ ബിലാലെ, നമ്മുടെയൊക്കെ കണ്ണെത്തുന്നതിന് മേലെ പറക്കുന്നവനാ മേയർ. കൊച്ചിക്ക് പുറമെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അയാളുടെ കച്ചവടം തൊടാൻ പറ്റുകയല്ല. അയാളുടെ നേൾ പോലെ നിൽക്കുന്ന ഒരുത്തുണ്ട്, സായിപ്പ് ടോണി. മേയുടെ ബിനാമിയ. ആ കപ്പൽ സൂസിയില്ലേ, അവിടെ വിത്ത. മേയറേയും സായിപ്പിനെയും കുറിച്ച് എന്തിനാ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്നേ? കാര്യം പറയടാ. ആ കായലിനടുത്തുള്ള ഗോഡൌണില്ലേ, അത് മേയർക്കും ടോണിക്കും കണ്ണുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ആർക്ക് സ്ഥലം കൊടുത്താലും അവന്മാർക്ക് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ടീച്ചർ കട്ടായം പറഞ്ഞോടെയാ അവന്മാർ കലിപ്പിലായത്. പിന്നെ പിന്നെ മേയറും ടോണിയും കൂടി നടത്തുന്ന ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ഹോട്ടൽ തുടങ്ങാനെന്ന് പറഞ്ഞ് വട്ടിപ്പലിശക്ക് എഡ്ഡി കാശെടുത്തു. ഹോട്ടൽ പ്ലാനൊക്കെ ഏതാണ്ട് നിയമപ്രശ്നമൊക്കെ പറഞ്ഞ് മേയർ തന്നെ അങ്ങ് പൊളിച്ചു. ടീച്ചർ തന്റെ കയ്യിൽ ഒരു പരാതി തന്നിരുന്നു. അത് ഈ ഹാൻഡിക്കിന്റെ കൂടെ പിള്ളേരെ കയറ്റിവിടുന്ന പരിപാടി ടോണിക്കുണ്ടായിരുന്നു. ഒരിക്കൽ കപ്പലിൽ നിന്ന് കുറെ പിള്ളേരെ രക്ഷിച്ചോണ്ട് വന്ന് ടീച്ചർ. ஓ, இவங்க வந்து இது பண்றானுங்கப்பா, ஹியூமன் டிராஃபிக்கிங், ഡേഞ്ചറസ് ഫോക്സ്. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞായിരുന്നു ടീച്ചറിന്റെ പരാതി. എന്നിട്ട് നീ ഈ പരാതി കീറിക്കളഞ്ഞു അല്ലേ? ഞാൻ കീറിക്കളഞ്ഞത് നേരാ, പക്ഷെ നിങ്ങളുടെ അനിയൻ എഡ്ഡി പറഞ്ഞിട്ടാ. இப்போ எட்டி கொல்ல சொல்லல போல, பட் somehow involved. போயிட்டாங்க. മുരുകൻ ഫുൾ സ്പൈ മോഡിലൊക്കെ അവിടെ. അവനാ പാണ്ടിക്കുടി കോളനി കയറിയിട്ടുണ്ട്. വണ്ടി റൈറ്റിലേക്ക്. விநாயகன் தானே அது? அவர் தான்ப்பா ஹையர் பண்ணது. அவர் தான் வந்து ஆளுங்களை ஹையர் பண்ணுது. ஏன் வந்து அந்த ஏரியிலேருந்து ஹையர் பண்ணான்னு வந்து அவன் கெட்டு போனான்ல மெயின் வில்லன். ഇവനാ അസി, പാണ്ടി അസി, നമ്മുടെ ജമാലിക്കയുടെ മകനാ. ജമാലിക്ക ഇപ്പം കിടപ്പില്ല. ഇവനാ സായിപ്പ് ടോണി എന്ന് പറഞ്ഞവന്റെ കൂടെ. സായിപ്പ് ടോണി നിനക്ക് മനസ്സിലായില്ലേ? പണ്ട് നീ പഞ്ഞിക്കിട്ടൊരു ബാസ്റ്റനില്ലേ, അവനൊരു ചേച്ചിയുണ്ട്, ഒരു സ്ട്രീറ്റ്. കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന സായിപ്പന്മാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സാധനം. അവരുടെ മകനാണ് സായിപ്പ് ടോണി. ബാങ്കിൽ നിന്ന് എടുത്ത കാശുമായിട്ടാ എഡ്ഡി വന്നേ. തിരിച്ചു പോയപ്പോ കയ്യിൽ ബാഗ് കണ്ടില്ല. പാണ്ഡ്യ ഒന്ന് കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ നിങ്ങളുടെ പുള്ളേനെ ഒന്ന് കാണാമെന്നതാ. എന്താണിക്ക ആ കാശിങ്ങട്? ഇക്ക അത് കാശ് തരാം. ഇത് എഡ്ഡിയും ടോണിയും തമ്മിലുള്ള ഇടപാടാ. നമ്മ എന്റെ ഇടയിൽ നിക്കണമെന്ന് മാത്രം. വെറുതെ പ്രശ്നവും. ആർക്ക് പ്രശ്നം? എഡ്ഡിക്കും പ്രശ്നവും ടോണിക്കും പ്രശ്നവും. കാശ് എടുക്കസി. ரெஸ்பெக்ட் இருக்கு போல இவர் மேல. ഇത് ഞാനും കൊണ്ടുപോവാ. കാശ് വേണമെങ്കിൽ അവനോട് എന്നെ വന്ന് കാണാം. നമ്മുടെ കൂട്ടത്തിൽ ഒറ്റ മാത്രം തന്തയ്ക്ക് പറഞ്ഞിട്ടില്ലാന്ന് തെളിയിച്ചു. അല്ല, ഇത് ആരൊക്കെയാ?
ഈ വഴിയൊക്കെ ഇപ്പൊ അറിയല്ലേ. എഡിയുടെ പുറത്തു പോയിരിക്കുക. എടാ ബിജു ഇരിക്കടാ. എഡി വന്നാ വീട്ടിലോട്ട് വരാൻ പറ. മുരുക എടി ഇപ്പൊ വരും. ഒരു കാപ്പിയെങ്കിലും കുടിച്ചിട്ട് പോവാം. സെലീന, എഡി എത്ര ലേറ്റ് ആയാലും വീട്ടിലേക്ക് വരാൻ പറ. ஓகே கேஸ், நம்ம வந்து பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம். பாய் பாய்.